മിസ്റ്റർ ശ്രീകുമാർ. യെസ് മാഡം. 25 ലക്ഷം തരും. എല്ലാം രഹസ്യമായിരിക്കണം. വെറും രഹസ്യമല്ല, ഒരിക്കലും പുറം ലോകം അറിയാത്ത രഹസ്യം. അങ്ങനെ തന്നെ ആയിരിക്കും മാഡം. അങ്ങനെ തന്നെ ആവണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഇതിന് പിന്നിൽ പ്രിയങ്ക ഇല്ലെന്നേ വരാവൂ. മറിച്ചായാൽ കുടുംബത്തെ മുഴുവൻ തന്റെ മുന്നിലിട്ട് കത്തിക്കും ഞാൻ. അവസാനത്തെ കൊള്ളി തനിക്കും. ഇത് പ്രിയങ്ക വർമ്മയാ, ഓർമ്മയിരിക്കട്ടെ. ഓർമ്മയുണ്ട് മാഡം, വേണ്ടതുപോലെ ചെയ്തോളാം. വെരി ഗുഡ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ മാഡം. ശരി മാഡം. ഓക്കെ അല്ലേ? യെസ്, പോവാം നമുക്ക്. പറയൂ, ആരാണ് പണം തന്ന് ചെയ്യിച്ചത്? ആരാണിതിന്റെ പിന്നിൽ? അത് പറഞ്ഞ എന്റെ കുടുംബത്തെ കൊന്നുകളയുന്നതാണ് സർ ഭീഷണി. എനിക്ക് ഭയം തോന്നുന്നുണ്ട് സർ. ഭയക്കണ്ട, ഇത് കോടതിയാണ്. ആരും നിങ്ങളുടെ കുടുംബത്തെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായി സത്യം പറയാം. പ്രിയങ്ക മാഡമാണ് സർ. യെസ് യുവർ ഓണർ. ഇപ്പോഴാണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം തെളിഞ്ഞിരിക്കുന്നത്. മാഡം പ്രിയങ്ക വർമ്മയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ആ കുറ്റവാളിക്ക് ഉചിതമായ ശിക്ഷ തന്നെ നൽകണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കേസ് നമ്പർ 519/2019 വിസ്താരം നടന്നതിൽ കുറ്റം ആരോപിച്ചിരുന്ന കല്യാണി, ആനന്ദ് കൃഷ്ണൻ എന്നിവർ കുറ്റക്കാരല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവരെ ഇരുവരെയും നിരുപാധികം വെറുതെ വിടാനും സീൽ ചെയ്ത ഹെർബൽ കമ്പനി തുറന്നു കൊടുക്കാനും ഈ കോടതി ഉത്തരവിടുകയാണ്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശ്രീകുമാറിന് 3 കൊല്ലം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെയാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എന്നതിനാൽ മിസ് പ്രിയങ്ക വർമ്മയ്ക്കെതിരെ IPC 122B, IPC 326, IPC 420 എന്നീ വകുപ്പുകൾ ചുമത്തി പുതിയ ചാർജ് ഷീറ്റ് എഴുതാനും ഈ കേസ് പുതിയതായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കോടതി ഉത്തരവിടുന്നു.
വെല്ലുവിളിക്കാൻ എളുപ്പോ? ആരെക്കൊണ്ടും പറ്റും. കൂട്ടത്തിൽ അത് നടത്തി കാണിക്കണം. അതാ കഴിവ്. ഉണ്ടുറങ്ങി ജയിലിൽ നിന്ന് വരുമ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. കൊണ്ടുവരൂ. നീ നന്നായി പേടിച്ചു പോയല്ലേ? ഇപ്പൊ സമാധാനമായല്ലോ? നീ പ്രാർത്ഥിക്കുന്ന ദേവി എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും കല്യാണി. ഒരിക്കലും ഒരാപത്തും ഉണ്ടാവാതെ ദേവി നിന്നെ കാത്തോളും. എന്റെ കാര്യത്തിലായിരുന്നില്ല മാഡം, വല്യുഞ്ഞിന്റെ കാര്യം ആലോചിച്ചപ്പോഴായിരുന്നു എനിക്ക് സങ്കടം. പോലീസുകാർ കൃത്രിമം കാണിച്ച് വല്യുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കൊള്ളാം. ഇത്രയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടും സ്വന്തം കാര്യമല്ല, മറ്റുള്ളവരുടെ കാര്യമാണ് കല്യാണിക്ക് പ്രധാനം. ആ, അതങ്ങനെയല്ലേ വരൂ. ദാസിന്റെ രക്തം ദാസിന്റെ ആത്മാർത്ഥത കാണിക്കും. അതെ കല്യാണി, നിന്റെ അച്ഛനും അനിയും കുട്ടനും അവിടെ ജലപാനം പോലും കഴിക്കാതെ കാത്തിരിക്കുക. എത്രയും വേഗം വീട്ടിലെത്തണം. ദേ, ഈ കോലം കണ്ടില്ലേ? വീട്ടിൽ പോയി കുളിച്ച് സുന്ദരിയായി വല്ലതും നന്നായിട്ട് കഴിച്ച് സുഖമായിട്ട് കുറച്ചു നേരം ഉറങ്ങ. എന്നിട്ട് വേണം നീ ഇനി എന്റെ മുമ്പിൽ വരാൻ. മനസ്സിലായോ? നിക്ക്. എക്സ്ട്രീംലി സോറി കുട്ടികളെ. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഇനി വേണ്ടത് അതിനുള്ള പരിഹാരമോ? ഞങ്ങളത് ചെയ്യും. യെസ് അരവിന്ദ്, നമ്മൾ അറിയാതെ സംഭവിച്ചതാണെങ്കിലും നമ്മുടെ ഹെർബൽ ക്രീം ഉപയോഗിച്ച് മുഖം പൊള്ളിയ ഈ 2 പെൺകുട്ടികൾക്കും 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണം. വൈകിക്കണ്ട, ഇന്ന് തന്നെ ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ഇവരുടെ മുഖം പഴയപടിയാകുന്നത് വരെയുള്ള ചികിത്സാ ചെലവുകളും കമ്പനി തന്നെ വഹിക്കേണ്ടത്. എന്താ, സന്തോഷമായില്ലേ? ഞങ്ങളോട് ക്ഷമിക്കണം മാഡം. പ്രിയങ്ക മാഡം നിർബന്ധിച്ച ഞങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. ഇപ്പൊ അത് തെറ്റായി പോയെന്ന് തോന്നുന്നു. സാരമില്ല. ഏതായാലും മുഖത്ത് സൗന്ദര്യം ഒന്ന് കുറഞ്ഞാൽ ഉപേക്ഷിക്കാൻ വരെ മടിക്കാത്തവർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം വെറുതെ പാഴാക്കരുത്. നാളെ രാവിലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുമായി ഈ അരവിന്ദിനെ ചെന്ന് കാണണം. ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ശരിയാക്കി തരും. ശരി മാഡം, വലിയ ഉപകാരം. എന്റെ ദേഹം ഇപ്പോഴും വിറച്ചിട്ട് വയ്യ. ആ സമയത്ത് ആ കെമിക്കൽ എഞ്ചിനീയറെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആനന്ദ് ജയിലിലായേനെ. എനിക്കത് ആലോചിക്കുമ്പോഴാ. എന്നാ ആലോചിക്കണ്ടേ? ആ കെമിക്കൽ എഞ്ചിനീയറെ പിടിച്ചോണ്ട് വരാൻ നിർദ്ദേശിച്ചത് തന്നെ ബ്രോയാ. സമയത്ത് അയാളെ കിട്ടിയത് തന്നെ ഭാഗ്യം. അതെ ആന്റി, ആനന്ദ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. ഏതായാലും അവസാനം സംഗതി ശുഭമായി.
ഇനി ആന്റിയുടെ വിറയിലും പനിയൊക്കെ ഉപേക്ഷിക്കാം. എന്നാ വന്നോളൂ. എക്സ്ക്യൂസ് മീ. സർ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോഴേ മാഡം, ജയിലിലാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്തായി? കല്യാണിയുടെ കയ്യിലിരുന്ന വിലങ്ങ് ഇപ്പൊ നിന്റെ കയ്യിൽ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു മനുഷ്യന് അഹങ്കാരമാവാം, പക്ഷേ അത് അലങ്കാരമാക്കരുത്. അത് അപകടമാണ്. നമ്മുടെ എല്ലാം തിരക്കഥ എഴുതുന്നവൻ അങ്ങ് മുകളിലിരിക്കുന്നവനാണ്. എപ്പോ വേണോ സീൻ വെട്ടി എഴുതി നായകനെയും നായികയും വില്ലനും വില്ലത്തിയും ഒക്കെ ആക്കി മാറ്റാം. അതാണ് പണ്ടുള്ളവര് 2-4 ദിനം കൊണ്ടൊരുത്തിന് തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പാടിവെച്ചത്. കല്യാണി ഇങ്ങോട്ട് വന്ന അതേ ജീപ്പിൽ തന്നെ നീ ഇപ്പൊ ജയിലിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. നീ പൂട്ടി സീൽ വെപ്പിച്ച എന്റെ ഹെർബൽ ബ്യൂട്ടി കമ്പനി ഞാൻ ഇന്ന് തന്നെ തുറക്കും. ഇതാണ് ജീവിതത്തിലെ തിരക്കഥയിലെ കളി. വെല്ലുവിളിയാവാം, അത് തന്നോളം പോന്നവനോടാവുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ദേ, ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ശരി സർ. കല്യാണി, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി നീ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറി ഇറങ്ങി. ഇതിനൊക്കെ ഞാൻ... ഇങ്ങനെ പറയരുത്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വല്യുഞ്ഞിനോട് നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് എന്റെ ദൈവമാ. വല്യുഞ്ഞ് എന്റെ ദൈവം.
അച്ഛാ, ചേച്ചി. ചേച്ചി, അനിയൻകുട്ടാ, മോളെ, കോടതിക്ക് സത്യം മനസ്സിലായി എന്റെ മോളെ വെറുതെ വിട്ടുവല്ലേ? അതങ്ങനെ വരൂ. 1000 കള്ളം പറഞ്ഞുണ്ടാക്കി ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളെ കുരുക്കാൻ കഴിയും. പക്ഷേ ആത്യന്തിക വിജയം ദൈവം അറിയുന്ന സത്യത്തിലാ. അതാ ഇപ്പൊ തന്നെ മോൾക്ക് ഈ വിടുതൽ കിട്ടിയത്. ചേച്ചിയുടെ എന്ത് കോലോ ഇത്. ആദ്യം പോയി ഒന്ന് കുളിക്ക്, എന്നിട്ട് അച്ഛൻ അവിടെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. ചെല്ലേ. മോളെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഇല്ലച്ചാ, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇത് ഉറക്കക്ഷീണത്തിന്റെയാ. എന്തിനാ മോളെ അച്ഛനോട് കള്ളം പറയുന്നേ? അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ? നിന്റെ രൂപം കാണുമ്പോഴേ അറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. പിന്നെ എന്തു പറയണോ അച്ഛാ ഞാൻ? അവരെന്നെ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ചെന്നോ? അതോ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ ഒരു തുള്ളി വെള്ളം പോലും തരാതെ പട്ടിണിക്കിട്ടിരുന്നെന്നോ? എന്തു പറയണം? പറഞ്ഞിട്ട് എന്തു ഫലം കിട്ടാനാ? നിങ്ങളെ സങ്കടപ്പെടുത്താന്നല്ലാതെ. ശരിയാ, ഞാൻ പറഞ്ഞത് കള്ളം തന്നെയാ. എന്നെ അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ ഞാനിങ്ങ് എത്തുന്നതുവരെ അനിയൻകുട്ടനെയും ചേർത്ത് പിടിച്ച് ഒരു പോളെ കണ്ണടയ്ക്കാതെ കരഞ്ഞു തളർന്നിരിക്കുന്ന അച്ഛനോട് ഈ മോക്ക് സത്യം പറയാൻ തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഗതിയുണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരിക്കലും പെൺകുട്ടികളെ കയറ്റാൻ ഇടവരുത്തരുത്. അതൊരു ദയനീയ അവസ്ഥയാ. പെണ്ണിന്റെ കണ്ണീര് പോലും കണ്ണിൽ ഉറഞ്ഞു പോകുന്ന ദയനീയ അവസ്ഥ. ചേച്ചി,